ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. പെരുന്നാളായിട്ട് നിങ്ങളെ പരിപാടി എന്താ? ഞങ്ങളുണ്ടല്ലോ ഒറ്റ മൈൻഡിക്ക് വയനാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. കുറേ വീഡിയോസും ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വഴിയെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗൈസ്, നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ഒരു 2-2:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ 2-2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ എത്തിയത് ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നമുക്ക് ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് റിന്യൂസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ, അതായത് 2-2.5 മണിക്കൂറോളം ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ ജീപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല കാഴ്ച കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്, വയനാട് ചുരം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ പറ്റി പറയണ്ട, അടിപൊളിയാണ്, നല്ല രസമാണ് മൊത്തത്തിൽ കാണാൻ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഇളം തണുപ്പും കാറ്റും കൊണ്ടൊക്കെ തന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റി. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. പെരുന്നാളിൻ്റെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അത്യാവശ്യം നല്ല ഡിലേ ആയിട്ടുണ്ട്. ഇതിപ്പോഴൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മടി കൂടി ഞാൻ അടുത്ത പെരുന്നാളിനായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ശരിക്കും ഈ വീഡിയോയിൽ എന്ത് വോയിസ് ഓവർ ചെയ്യണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അടിപൊളിയാണ്, അതാണ് ഇതാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നുമ്പം, അല്ലെങ്കിൽ കാടൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പിക്ചർ എടുക്കും, അല്ലെങ്കിൽ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. വയനാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ കുരങ്ങന്മാരെ തന്നെയാണ് ഓർമ്മ വരിക അല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് എല്ലാതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ദൂരെ നിന്നൊക്കെ മലയൊക്കെ കാണുമ്പം ഒരു പ്രത്യേക വൈബാണ്. ഇതൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ ഇതേതോ സ്കൂൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ചില ക്ലിപ്സൊന്നും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എടുക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യം ഈ വീഡിയോ ഷൂട്ടിങ് തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയാക്കി ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ജീപ്പ് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അങ്ങനെ ആയിപ്പോയി. ഞാനിങ്ങനെ ഓരോ മലയും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങ് എടുക്കും. ഈ കാടും ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ, ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പച്ചപ്പ് ഇങ്ങനെ എടുത്ത് വെക്കുക. വീഡിയോ കൂടെ കാണുമ്പം ഒന്നാമതേ ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ചുരമൊക്കെ കയറുമ്പോൾ ഇങ്ങനെ വളയുമ്പം ഒക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ, അതെന്താ പറയാൻ പറ്റത്തില്ല, അത് അനുഭവിക്കണം എന്നൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. കോഴിക്കോടൊക്കെ നല്ല ചൂടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ കമൻറ്റ് ചെയ്യുക. നല്ല ചൂടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വന്നപ്പം ഒരു വേറൊരു വൈബായിരുന്നു. നല്ല തണുപ്പൊക്കെ കൊണ്ട് സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചൂടിന്ന് കുറച്ചൊരു ഒരു ആശ്വാസം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാഴ്ചയും കണ്ടിങ്ങനെ ചുരം കയറിയാണ്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് മ്യൂസിക് ഇടാം. കുറ്റിക്കാട്ടുള്ള വീഡിയോ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കാഴ്ച വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് അല്ലേ. ഇതൊക്കെ സൺലൈറ്റൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. താഴോട്ടൊക്കെ ഒന്ന് നോക്കി എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറയുന്ന കേട്ടോ. ഇതൊക്കെ ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ നമുക്കിത് ഇറങ്ങിയിട്ട് കാണാനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുരങ്ങച്ചന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. കുരങ്ങച്ചനാണെങ്കിൽ നമ്മുടെ വയ്യ ഇങ്ങനെ വരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിലൊന്നാണ് ദേ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കുരങ്ങന്മാർ. ഇവിടെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ഭംഗിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്രയ്ക്കും ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പോകുമ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല, നേരെ വിട്ടു. നമ്മൾ ഇപ്പോൾ ടൗൺഷിപ്പിലാണ് ഉള്ളത്.
ടൗൺഷിപ്പ് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഇവിടെ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് പേർക്ക് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ അവിടെ പറയുന്നതാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വീട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീട് കാണാം. വീട്ടിലാണ് ഒരു വലിയ ഹാളുണ്ട്. ഹാളിന് ശേഷം ഇത് കിച്ചണാണ് വരുന്നത്. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള കിച്ചൺ. ഇപ്പം ബേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് നമ്മുടെ ആഹിൽ അസാൻ, നമ്മുടെ അടുത്ത ചോട്ട. ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ബെഡ്റൂമും അതേപോലെ തന്നെ 2 ബാത്റൂമും പിന്നെ കിച്ചണും ഹാളും ബേസും കാര്യങ്ങളൊക്കെ ഉള്ള അടുത്ത വേറൊരു കിച്ചണൊക്കെയാണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ വീട് നോക്കുക വെച്ചാൽ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഒരു ഫാമിലി ആയിട്ട് കഴിയാൻ പറ്റിയ ഒരു കുഞ്ഞു വീടാണ്. എന്നാലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം നോക്കുക വെച്ചാൽ 6:15 നമ്മളിപ്പം വേറെ എവിടേക്കല്ല, നമ്മൾ ചൂരൽമല, അതായത് പൊട്ടിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഉരുൾപൊട്ടി സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോയപ്പം മക്കൾ ഒരുപാട് കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ. മൊത്തത്തിൽ അവിടെ മൊത്തം തേയിലത്തോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാനേ പറ്റിയില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ വെളിച്ചം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ചൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ പെട്ടെന്നൊരു സ്ഥലത്ത് നല്ല തണുപ്പ്, അതായത് വയനാട് തന്നെയാണ് ഇത്. നമ്മൾ ആദ്യം പോയ സ്ഥലത്തിനെക്കാട്ടും കുറേ തണുപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ജീപ്പിൽ വിൻഡോ സീറ്റിൽ ഇങ്ങനെ കാറ്റും കൊണ്ട് കുത്തിരിക്കാൻ വേറൊരു രസമാണ്. കാരണം നല്ല തണുപ്പും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനേ. എന്തായാലും പോയത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായി. നമ്മുടെ റിനൂസിനും മാഹിക്കും വലിയ രീതിക്ക് ഈ ഒരു ട്രിപ്പ് ഇഷ്ടമായിക്കില്ല. കാരണം അവർ പ്രതീക്ഷിച്ചത് പാർക്ക്, റിസോർട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ എപ്പോൾ ഇങ്ങനെ പാർക്കും റിസോർട്ടൊക്കെ കണ്ടു കുത്തിരുന്നാൽ മതിയോ, ഇങ്ങനത്തെ വല്ല കാഴ്ചകളും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എനിക്ക് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ കാഴ്ച കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ഇപ്പം എനിക്കുള്ളൊരു സ്വഭാവമാണ്, നല്ല യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നോട്ട്ബുക്കിൽ അത് കുറിച്ച് വെക്കും. അന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങളും അതേപോലെ തന്നെ കാഴ്ചകളൊക്കെ ചിലതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത്. പിന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മൊത്തം തേയിലത്തോട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ പുൽമേട് പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് മൊത്തം പച്ചപ്പായിട്ട് ഒരു പ്രത്യേക ഫീലായിരുന്നു. അതിൻ്റെ നടുക്കിടന്ന് നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോവുക, അതേപോലെ നല്ല തണുപ്പും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് വെറൈറ്റി ഫീലാണ്. ഇപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ഞാൻ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമാണ് ഈ റിസോർട്ട്. എൻ്റെ പൊന്നു, ഇത്ര റിസോർട്ടാണ്. വൈത്തിരി പാർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക്. ഞാൻ രാത്രിയിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാത്രി എന്ത് കാണാനാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഇവിടുത്തെ റിസോർട്ടൊക്കെ കാടിൻ്റെയൊക്കെ നടുവിലല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേക ഫീലാണ്. ഒരു ദിവസം എന്തായാലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. വയനാട്ടിൽ പോകുമ്പം ഒന്ന് റിസോർട്ടിലൊക്കെ നിൽക്കുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നടക്കുമോയെന്ന് അറിയില്ല. നടക്കാച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പാർക്കാണ് കാണുന്നത്. എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും അല്ലേ? പറ്റാതിരിക്കില്ല. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. ഇവിടെ നല്ല രസമാണ് കാണാൻ. നല്ല തണുപ്പും നല്ല രസമുണ്ട് കാണാൻ. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നില്ലേ? അത് വേറെ ഒന്നുമല്ല, ഈ കാറ്റൊക്കെ അടിച്ചിട്ടും അതേപോലെ തന്നെ പിന്നെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതേ കാടിൻ്റെ നടുവ് കൂടെ വീണ്ടും യാത്ര ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. ശരിക്കും ചൂരൽമലയൊക്കെ എത്തിയപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. ഒരു അത് തന്നെ സങ്കടം തന്നെ. അവിടെ ഒരു ഫ്ലെക്സൊക്കെ ഉണ്ടായിരുന്നു, ഈ മരിച്ച ആൾക്കാരെ ഫോട്ടോ ഒക്കെ. അതൊക്കെ കാണുമ്പോൾ നെഞ്ചിടിപ്പും സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ഈ കാഴ്ചയൊക്കെ കണ്ട് ഞാനതങ്ങ് മറന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്ത് ചെയ്യാനാ. ചൂരൽമലയൊക്കെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പത്ത് നമ്മൾ കാഴ്ച കാണാൻ നടക്കുകയാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊന്നും പ്രൊവൈഡ് ചെയ്യൂല. അപ്പം നമ്മൾ നടക്കുകയാണ് ഉള്ളിലേക്ക് ചെയ്തത്. പിന്നെ ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കാണണം. എൻ്റെ പൊന്നോ, നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ഈ വീഡിയോയിൽ അത്ര വലിയ ക്ലിയർ ആയിട്ടോ കാര്യങ്ങളോ ഒന്നല്ല കിട്ടുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ എൻ്റെ പൊന്നോ ഭയങ്കര ഭംഗിയാട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ബിഗ്ഗിയോ അങ്ങനത്തെ എന്തോ ജമ്പിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേങ്കിലും പേടിയുണ്ട് മക്കളെ. എന്നാലും ഇതൊക്കെയല്ലേ ലൈഫ്. അപ്പം നമ്മളതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. പിന്നെ ഇങ്ങനെ ഞാൻ മാക്സിമം ഷേക്ക് ആവാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ റോഡ് കൂടെ വണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഷേക്ക് ആവുമല്ലോ അല്ലേ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പോയിട്ടും ചൂരൽമല എത്തുന്നില്ലേ എന്നത്. ഇപ്പം എത്തും കേട്ടോ. ടൗൺഷിപ്പിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഈ ഒരു ചൂരൽമലയ്ക്ക്. അത്യാവശ്യം കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൗൺഷിപ്പിന് പോയ ആ സമയത്തായിരുന്നു ഇവിടെ വരേണ്ടത്. കാരണം നല്ല വെയിലൊക്കെ ആകുമ്പം ഇവിടുത്തെ ഈ കാഴ്ച കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും, ഒരു അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അവിടെ നമ്മുടെ പൊട്ടിപ്പോയ സ്കൂളും കാര്യങ്ങളും അതേപോലെ ഉരുൾപൊട്ടി വന്ന പാറക്കഷ്ണവും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇതേപോലത്തെ അടിപൊളി വീഡിയോസും വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.